ഉണ്ടാക്കുന്നത് ഒരു പാർലേജി ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ്സാണ്. അപ്പം അതിന് വേണ്ടി 2 പാർലേജി ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്, കുറച്ച് പാലെടുത്തിട്ടുണ്ട്, കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്, കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് വേവിക്കുകയാവോ ഒന്നും വേണ്ട. ഈ ബിസ്ക്കറ്റ് നമുക്ക് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. മിക്സിയിലെടുത്തിട്ടുണ്ട് ബിസ്ക്കറ്റ്. മിക്സീൻ്റെ ജാറിൽ ഇട്ടിട്ട് നമുക്കിതിനെ പൊടിച്ചെടുക്കണം. മറ്റേ പാക്കറ്റ് അതേപോലെ എടുത്തിട്ടെടുക്കട്ടെ. പിന്നെ ഇതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പിസ്തയും കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. ഈ പിസ്തനെ നമുക്ക് തോട് കളഞ്ഞിട്ടെല്ലാം മുറിച്ചിട്ടെടുക്കണം. അത്രയാണ് ഇനി വേണ്ടുന്ന സാധനങ്ങൾ. വേറെ ഒന്നും വേണ്ട. വേവിക്കാവോ ഒന്നും വേണ്ട. കുഞ്ഞുമക്കൾക്കെല്ലാം നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. ബിസ്ക്കറ്റൊന്നും തിന്നാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ആക്കിയിട്ട് കൊടുത്താൽ മതി. ഇപ്പം അവർ തന്നാലെ കഴിക്കും. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ഇടട്ടെ. എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. ബിസ്ക്കറ്റിന് കുറച്ച് മധുരം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ചിടാം. ഓക്കെ. അതിനായിട്ട് ഞാനൊരളവൊന്നും പറയുന്നൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ പൊടിച്ചെടുത്ത് കൊണ്ടുവന്ന ബിസ്ക്കറ്റിനെ ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ജാറിനെ മാറ്റി വെക്കട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. എല്ലാം കൂടി മിക്സ് ആക്കട്ടെ. പഞ്ചസാരയും ബിസ്ക്കറ്റിൻ്റെ പൊടിയെല്ലാം കൂടി കുറച്ച് ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കുക. ഒരു നല്ല ടേസ്റ്റ് കിട്ടുമല്ലോ. അപ്പോൾ ഏലക്കായൻ്റെ ഒരു മണവും കൂടി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ ഇതാ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ചു. ഇനി കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. ഇനി കുറച്ച് പാലൊഴിച്ച് കൊടുക്കട്ടെ. ഇനി ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് കുഴക്കട്ടെ. എത്രയാണോ നമുക്ക് ആവശ്യം ഉള്ളത് അതിനനുസരിച്ചിട്ട് പാലൊഴിച്ച് കൊടുക്കണം. നെയ്യ് ഇതിലൊഴിച്ച് ഇനി നെയ്യൊന്നും വേണ്ട. ഇനി നമുക്ക് പാലൊഴിച്ചിട്ട് ഇതിനെ മിക്സ് ചെയ്തിട്ട് കുഴക്കുകയാണ് വേണ്ടത്. നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന ആ ഒരു പാകത്തിനായിട്ട് കുഴച്ചെടുക്കണം നമുക്കിതിനെ. ഏകദേശം ഇപ്പായി. ഇതാ, ഇനി പാൽ വേണ്ട, ഇത്രയേ വേണ്ടു. കുറച്ച് പാലേ വേണ്ടു. അതാ ഞാൻ പറഞ്ഞ് വേവിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. എന്താ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്, കണ്ടല്ലോ.
ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി ഇതിനെ നമുക്ക് ഉരുട്ടിയിട്ട് മോഡലാക്കി എടുക്കണം. ഇപ്പം ഇതാ ഈ ഒരു പരുവത്തിലാണ് ഇത് കിട്ടിയത്. കണ്ട നല്ല അടിപൊളിയായിട്ട് ഇതാ നല്ല കാണുന്നില്ലേ, അടിപൊളിയാണ്. ഒന്നും ചെയ്യണ്ടല്ലോ, വേവിക്കണ്ട, ഒന്നും വേണ്ട. വേഗം 5 മിനിറ്റേ വേണ്ടൂ. അപ്പോഴത്തേക്ക് ഈ ഒരു ബിസ്ക്കറ്റ് നമ്മളെടുത്ത് പൊടിക്കുന്ന നേരം, പിന്നെ ഒന്ന് കുഴക്കുന്ന നേരം, അപ്പോഴത്തേക്ക് ഇതായി. അപ്പോൾ നമുക്ക് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിൽ നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് ഇതാക്കുന്നത്. ഉരുട്ടുന്നില്ല, ഇങ്ങനത്തെ മോഡലിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഏകദേശം ഇങ്ങനെ കണ്ടല്ലോ. എന്നിട്ട് നമുക്ക് എടുത്ത് വെച്ച പിസ്തയും വെക്കുക, മുന്തിരിയും വെക്കുക. അവിടെ ഒരു മുന്തിരിനെയും വെച്ച് കൊടുക്കുക. അടിപൊളി, കണ്ടല്ലോ, സൂപ്പറല്ലേ. നല്ല അടിപൊളി സാധനമല്ലേ. ഇങ്ങനെ ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് വേഗം കഴിയുന്ന പരിപാടിയല്ലേ ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനോ ഇത്? കണ്ടല്ലോ, വേഗം കഴിയുന്ന പരിപാടിയാണ്. എല്ലാവർക്കും ചെറിയ ആക്ക് വരെ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു സ്വീറ്റ്സാണ് ഇത്. വേറെയിലൊന്നും ചേർക്കുന്നുമില്ല നമ്മൾ. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുഞ്ഞി കുട്ടികളെല്ലാം ഉള്ളവർക്ക് സൂപ്പറായിട്ട് ഇതുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുമക്കൾക്ക് കൊടുക്കാം. നമുക്ക് വൈകുന്നേരമെല്ലാം സ്കൂളും വിട്ട് വരുമ്പോൾ അല്ലെ വീട്ടിൽ തന്നെയുള്ള സമയത്തോ എല്ലാം ഒരു പ്രത്യേക ഒരു രുചിയായിരിക്കുമല്ലോ. ബിസ്ക്കറ്റിൻ്റെ ആ രുചിയും നെയ്യ്, പാല് ഇതെല്ലാം ചേർത്തിട്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പം എല്ലാവരും ഒന്ന് നോക്കണേ ഇത് എങ്ങനെയുണ്ടെന്ന്. എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ഇതാ ഇത്രയും ഞാൻ ആക്കിയിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടിയുണ്ട്. അപ്പോൾ ഇതാ ഇത്രയാണ് 2 പാക്കറ്റ് ബിസ്ക്കറ്റിനെ കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ള സ്വീറ്റ്സ്. സൂപ്പർ ടേസ്റ്റുള്ള സാധനമാണ് ഗൈസ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുഞ്ഞുമക്കൾക്ക് എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണേ. വേഗം കഴിയുന്ന പരിപാടിയല്ലേ. കണ്ട അടിപൊളിയല്ലേ. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ബൈ, അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം.